ഹലോ, അപ്പൊ നമുക്ക് ഇന്നൊരു അമ്പഴങ്ങ വെച്ചൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? വേണ്ട, നല്ല വലിയ അമ്പഴങ്ങയാണ്, ഹൈബ്രിഡ് അമ്പഴങ്ങയാണ്. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ അടുപ്പെല്ലാം കത്തിച്ചു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് കടുകിട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ കടുക് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇച്ചിരി നേരം അതിനൊന്ന് വാടിക്കോട്ടെ. അപ്പൊ നമ്മളെ ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കാം. അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. ഇവിടെ റെക്കോർഡ് ചെയ്തില്ല, മറന്നു. അപ്പൊ നമ്മളതിനകത്ത് എണ്ണ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടികളായ മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടിയാണേ, നമുക്ക് ആവശ്യത്തിനുള്ള അതൊരു സ്പൂൺ ഇട്ടു. കാശ്മീരി മുളക് പൊടി അതൊരു 2 സ്പൂൺ മുളക്. എരിവ് നമ്മൾ ആവശ്യത്തിന് മതി കേട്ടോ, അത് നോക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി. ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ച് ഇടാം. ഞാൻ പേസ്റ്റ് മേടിച്ചു. ഇതിലേക്ക് നമ്മൾ ഇനിയും ചേർക്കാൻ സാധനം ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ്, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ കായം, കായപ്പൊടി ഇട്ടു. അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എളുപ്പത്തിലൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സമയം പിടിക്കും. നമ്മൾ എളുപ്പത്തിലെടുത്താണത് പേസ്റ്റ് ഇട്ടിട്ട്. അതും ചെയ്യാം. നമ്മളെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അമ്പഴങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് റെഡിയാക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.